നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സംയുക്ത ക്രിയയാണ് പഠിക്കാൻ പോകുന്നത്. ഹിന്ദിയിൽ ക്രിയകളെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ഭേദമായിട്ടുള്ള പ്രയോഗിക രചനാ കെ ആധാർ പർ വീണ്ടും 7ആയി തിരിച്ചിരിക്കുന്നു. അതിൽ മൂന്നാമത്തെ ഭേദമായിട്ടുള്ള സംയുക്ത ക്രിയയാണ് നമ്മളിന്ന് നോക്കുന്നത്. സാമാന്യ ക്രിയയും സഹായക്രിയയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കാണണം. അപ്പോൾ എന്താണ് സംയുക്ത ക്രിയ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സംയുക്തം എന്ന് പറയുമ്പോൾ രണ്ടും കൂടിച്ചേർന്നത്, അതാണ് മീനിങ് വരുന്നത്. വേ ക്രിയാएं जो दो क्रियाओं के योग से निर्मित होकर एक ही क्रिया का काम करे സംയുക്ത ക്രിയ कहलाती है. എന്താണ്? രണ്ട് ക്രിയകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ക്രിയയാണ് നമ്മൾ സംയുക്ത ക്രിയ എന്ന് പറയുന്നത്, അല്ലേ? സംയുക്ത എന്ന് പറയുമ്പോൾ എന്താണ്? കൂടിച്ചേർന്ന്, അല്ലേ? കൂടിച്ചേർന്ന് രണ്ട് ക്രിയകൾ കൂടിച്ചേർന്ന് പുതിയൊരു ക്രിയ ഉണ്ടാകുന്നു. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? നമുക്ക് ഉദാഹരണം നോക്കാം. മോഹൻ മഹാഭാരത് പഠനേ ലഗ. മോഹൻ മഹാഭാരതം പഠിക്കാൻ തുടങ്ങി. അവിടെ പഠിക്കുക എന്നുള്ളതും തുടങ്ങുക എന്നുള്ളതും ക്രിയയാണ്. അപ്പോൾ രണ്ടും കൂടിച്ചേർന്ന് നമ്മളെങ്ങനെ പറയും? പഠിക്കാൻ തുടങ്ങി. പഠനേ ലഗ. മാതാജീനെ ഖാന ബനാ ലിയ, അല്ലേ? അമ്മ ഭക്ഷണം ഉണ്ടാക്കി. മാതാജീനെ ഖാന ബനാ ലിയ. ബനാ ലിയ എന്നാണ് സംയുക്ത ക്രിയയാണ്. പഠനേ ലഗ എന്നുള്ളത് സംയുക്ത ക്രിയയാണ്. ഇവിടെ രണ്ട് ക്രിയകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സംയുക്ത ക്രിയ. വോ ഖാന ഖാ ചുക്കാ ഹെ ഉണ്ടാകും. ഖാ ചുക്കാ ഹെ എന്നുള്ളത് സംയുക്ത ക്രിയയാണ്. അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സോഹൻ വിദ്യാലയസെ ലൗട്ടായ, അല്ലെ? വിദ്യാലയത്തിൽ നിന്ന് മടങ്ങി വന്നു. ലൗട്ടിന എന്നുള്ളതും ആന എന്നുള്ളതും. തും ഘർ ചലേ ജാവോ. ചല്ല ജാന. ചലേ ജാവോ സംയുക്ത ക്രിയയാണ്. വഹ് ജൽദി ഘർ പഹുഞ്ച് ഗയ. പഹുഞ്ചന എന്നുള്ളതും ജാന എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് ഗയ. രണ്ട് ക്രിയ വന്നുകൊണ്ട് പഹുഞ്ച് ഗയ എന്നുള്ളത് സംയുക്ത ക്രിയയാണ്. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസിൽ, ഒരു വാക്യത്തിൽ രണ്ട് ക്രിയകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സംയുക്ത ക്രിയയാവും എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു ട്രിക്കാണ്. രണ്ട് ക്രിയകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സംയുക്ത ക്രിയയാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ധന്യവാദ്.